ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനായിട്ട് സൂര്യയും വീട്ടുകാരും ഒരുമിച്ച് പോകുമ്പോൾ നന്ദിനിയുടെ മുഖത്ത് കാണുന്ന ഭയവും പരിഭ്രാന്തിയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തോ ഒരു വലിയ രഹസ്യം ഉള്ളിൽ ഒളിപ്പിക്കുന്നത് പോലെയുള്ള മുഖഭാവമാണ് നന്ദിനി കാണിക്കുന്നത്. ഇതേസമയം ഇന്ദ്രജയും അസ്വാഭാവികമായിട്ടുള്ള ഭയത്തോടെയാണ് പെരുമാറുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ എത്തിയപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് പുറത്തു വരുന്നത്. ക്യാമറകളുടെ മുകളിൽ തുണി മൂടിയ നിലയിലാണ് കാണുന്നത്. അതോടെ ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നും വളരെ കൃത്യമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു നീക്കമാണെന്നും സൂര്യ ഉറപ്പിക്കുന്നു. കറണ്ട് പോകുന്ന സമയം വരെ കൃത്യമായിട്ട് കണക്കുകൂട്ടി ആരോ മനഃപൂർവ്വം തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് സൂര്യയുടെ സംശയം. യതീന്ദ്രനും സൂര്യയുടെ വാക്കുകൾ കേട്ട ശേഷം വിഷയം ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. സാധാരണക്കാരനല്ല ഇതിന് പിന്നിലുള്ളത്, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനിടയിൽ മറ്റൊരു CCTV ക്യാമറ കണ്ടെത്തിയപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. പക്ഷേ അത് പരിശോധിച്ചപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവുന്നത്. ആ ക്യാമറയും തുണി മൂടി പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നു. ഇതോടെ സൂര്യയുടെ സംശയം കൂടുതൽ ശക്തമാകുന്നുണ്ട്. ആരോ മനഃപൂർവ്വം നന്ദിനിയെ വേദനിപ്പിക്കാനാണ് ഈ മുഴുവൻ നാടകവും ഒരുക്കിയതെന്ന് സൂര്യ ഉറപ്പിച്ചു തന്നെ പറയുന്നു. ഇതിനിടയിൽ പത്മ നന്ദിനിക്കെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണ്. രഞ്ജിത്തിനെ അന്യായമായിട്ട് കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ നന്ദിനിയെ അവൾ ശക്തമായിട്ട് തന്നെ വിമർശിക്കുന്നു. എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നന്ദിനി ഇടയ്ക്കിടയ്ക്ക് ഇന്ദ്രജയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറുവശത്ത് ഇന്ദ്രജയാകട്ടെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. പിന്നീട് നന്ദിനി രഞ്ജിത്തിൻ്റെ അടുത്തെത്തി മാപ്പ് പറയുന്ന രംഗമാണ് കാണിക്കുന്നത്. തൻ്റെ ഭാഗത്ത് തെറ്റിദ്ധാരണ സംഭവിച്ചു എന്നും ഇരുട്ടിൽ ആരോ ദേഹത്ത് സ്പർശിച്ചതിനാലാണ് രഞ്ജിത്തിനെ തെറ്റായി സംശയിച്ചത് എന്നും അവൾ തുറന്നു പറയുന്നു. എന്നാൽ രഞ്ജിത്ത് വളരെ ശാന്തമായിട്ട് അത് വിട്ടുകളയാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഹരിത ഇതൊന്നും അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. രഞ്ജിത്തിനെ ഇത്രയും പേരുടെ മുന്നിൽ അപമാനിച്ച നന്ദിനിയെ അവൾ ശക്തമായിട്ട് എതിർക്കുകയും ഈ അപമാനത്തിന് തിരിച്ചടി നൽകുമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേസമയം സൂര്യയും നന്ദിനിയും കാറിൽ മടങ്ങുമ്പോൾ ഇരുവരുടെയും സംഭാഷണവും ശ്രദ്ധേയമാണ്. സൂര്യ മദ്യപിച്ചിരുന്നു എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ 2 പങ്ക് മാത്രം കഴിച്ചതാണെന്ന് സൂര്യ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് സംസാരത്തിൻ്റെ വിഷയം വീണ്ടും രഞ്ജിത്തിലേക്കാണ് മാറുന്നത്. രഞ്ജിത്ത് വിശ്വസിക്കാവുന്ന ആളല്ലെന്നും വളരെ അപകടകാരിയായ വ്യക്തിയാണെന്നും സൂര്യ ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിക്ക് അത് പൂർണ്ണമായിട്ടും യോജിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതുവരെ രഞ്ജിത്ത് തനിക്ക് നൽകിയ സഹായങ്ങളും നല്ല പെരുമാറ്റവുമാണ് നന്ദിനിയെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ സൂര്യ തൻ്റെ നിലപാട് മാറ്റാനായിട്ട് തയ്യാറാകുന്നില്ല. രഞ്ജിത്തിൻ്റെ യഥാർത്ഥ മുഖം ഉടൻ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുമെന്ന് സൂര്യ ഉറപ്പു നൽകുന്നു. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷവും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. രഞ്ജിത്തിനെ അപമാനിച്ചതിൻ്റെ പേരിൽ പത്മയ്ക്ക് വലിയ ദേഷ്യമാണ് ഉണ്ടാകുന്നത്. കുടുംബത്തിൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്ത സംഭവമാണിതെന്ന് അവൾ പറയുകയും നന്ദിനിയെ വെറുതെ വിടില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. യതീന്ദ്രൻ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പത്മയുടെ കോപം കുറയുന്നില്ല. ഇതിനിടയിലാണ് കഥയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇന്ദ്രജ ഒടുവിൽ ഇതുവരെ മറച്ചുവെച്ച സത്യം തുറന്നു പറയുന്നു. ഇരുട്ടായ സമയത്ത് ആരോ സ്പർശിച്ചത് നന്ദിനിയെയല്ല തന്നെയാണെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. അന്ന് പേടിയും നാണക്കേടും കാരണം അത് തുറന്നു പറയാൻ കഴിഞ്ഞില്ലെന്നും എല്ലാവരുടെയും മുന്നിൽ ആ കാര്യം പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ലെന്നും പറഞ്ഞ് ഇന്ദ്രജ പൊട്ടിക്കരയുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ കേട്ട് പത്മയും വേദയും ഞെട്ടിപ്പോകുന്നു. ഇതുവരെ എല്ലാവരും തെറ്റിദ്ധരിച്ച സംഭവത്തിന് പിന്നിൽ മറ്റൊരു സത്യമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ആരാണ് ഇന്ദ്രയെ സ്പർശിച്ചത്? അതിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളി ആരായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ കഥയിലെ ഏറ്റവും വലിയൊരു സസ്പെൻസ്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകളിൽ യഥാർത്ഥ കുറ്റവാളി പുറത്തു വരുമോ, അതോ രഞ്ജിത്തിനെതിരായ സംശയങ്ങൾ മാറുമോ, സൂര്യയുടെ ആരോപണങ്ങളൊക്കെ ശരിയാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്